ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ വായും പറച്ചത്. അപ്പോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്നേക്ക് 7 ദിവസം കഴിയുമ്പോൾ നമ്മൾ നേരിടാൻ പോകുന്നത് കേരളത്തിലെ ഇലക്ഷനാണ്. കേരള നിയമസഭാ ഇലക്ഷനാണ്. എന്ത് രസമാണല്ലേ! ഒരു ജനാധിപത്യ സംസ്കാരത്തിൽ ജനങ്ങൾ വിശ്വസിക്കുന്ന, ജനങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ തിരുത്താൻ സാധിക്കുന്ന, 5 വർഷത്തെ ഒരു സർക്കാരിനെ വിലയിരുത്താൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഒരു മുന്നണിയെ വിലയിരുത്താൻ സാധിക്കുന്ന, രാഷ്ട്രീയ പാർട്ടികളെ വിലയിരുത്താൻ സാധിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ കേരള രാഷ്ട്രീയം വന്ന് നമുക്കൊരു വോട്ടവകാശം വരെ കൈക്കൊണ്ടിരിക്കുകയാണ്. അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിനപ്പുറത്തേക്ക്. അപ്പോൾ ഞാൻ നിങ്ങളോട് വളരെ ഓപ്പൺലി സംസാരിക്കുകയാണ്. BJP, LDF, UDF, നമ്മൾ ഒരു കാര്യം, ഞാൻ കുറച്ച് പോയിന്റുകൾ ആദ്യം തന്നെ മുന്നോട്ട് വെക്കാൻ, നമ്മളൊരു സീരിയസ് പോലെ ഒരു വീഡിയോ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. കാരണം ഇന്നൊരു വീഡിയോ, നാളെ ഒരു വീഡിയോ, പറ്റിയാൽ ഒരു ദിവസം 2 വീഡിയോ എന്നുള്ളത് വളരെ ഷോർട്ടായിട്ട്. BJP ഒരു രണ്ടാം മുന്നണിയായി വന്നില്ലേ? LDF സർക്കാരിനെ നമുക്ക് വിലയിരുത്താം, UDFനെ വിലയിരുത്താം. 140 മണ്ഡലങ്ങൾ, 7 ദിവസങ്ങൾ നമ്മൾ വിലയിരുത്തും. 7 days, 148 കോൺസ്റ്റിറ്റ്യുവൻസി. അപ്പോൾ നമ്മൾ നോക്കുകയാണ് ഓരോ മണ്ഡലം, ഒരുപോലെയുള്ള മണ്ഡലങ്ങളെ നമ്മൾ ഒരുപോലെ പ്ലേസ് ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ വിലയിരുത്തുകയാണ്. ഞാൻ ഒരു കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് പറയാം. കേരള പൊളിറ്റിക്സ് ഈസ് ഓൺ പീക്ക്. അതായത് കേരളത്തിൽ രാഷ്ട്രീയം വളരെ ഏത് ദിശയിലേക്ക് പോകുമെന്ന് ഒരു സാധാരണക്കാരന് പോലും മനസ്സിലാക്കാത്ത രീതിയിൽ കേരളത്തിൻ്റെ എലക്ഷൻ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയം, കേരള പൊളിറ്റിക്സ് ഈസ് ഓൺ പീക്ക്. കാരണം പണ്ട് LDF, UDF എന്ന് മാത്രം പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ നിന്നിരുന്ന കാലഘട്ടത്തിൽ നിന്ന് 2026 ആയപ്പോൾ BJP എത്തിയിരിക്കുകയാണ്. നോർത്തുകളെല്ലാം കയ്യേറിക്കൊണ്ട് ഇതാ സൗത്തിലേക്ക് BJP ചുവട് വെക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കുകയാണ്. നമുക്കൊരബദ്ധം പറ്റി. എവിടെ? തൃശ്ശൂരിൽ ലോക്സഭ ഇലക്ഷനിലേക്ക് പോയപ്പോൾ തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി ജയിച്ചു. അതുപോലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ആര് ജയിക്കുമെന്നും. അവിടെ ആരാ സഹായിച്ചതെന്നുള്ളതെന്നൊക്കെ സാധാരണപ്പെട്ട മനുഷ്യന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, BJP പല മണ്ഡലങ്ങളും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ പാലക്കാട്, ഉള്ളി എന്ന് പറയുന്ന സുരേന്ദ്രൻ, മഞ്ചേശ്വരം, നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, പാലായിൽ ഷോൺ ജോർജ്, അതുപോലെ തന്നെ പത്മജ, തൃശ്ശൂര്, ഇനി വട്ടിയൂർക്കാവും, അതുപോലെ തന്നെ കിഴക്കൂട്ടം വരെ അവരുടെ ഫോക്കസിലാണ്. BJP കോർപ്പറേഷൻ പിടിച്ചു. കേരള ചരിത്രത്തിൽ ആദ്യമായി BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുകയാണ്. അപ്പോൾ ഈ നിയമസഭാ ഇലക്ഷൻ ഏത് രീതിയിലേക്ക് വ്യതിചരിക്കും? ഡു യു ഹാവ് എനി ഐഡിയ? പ്ലീസ് കമൻറ്റ് ഇറ്റ്. ഞാൻ ഉറപ്പായിട്ടും പറയുകയാണ്, BJP ഒരു രണ്ടാം ശക്തിയായി ഈ ഇലക്ഷന് വന്നില്ലെങ്കിൽ അടുത്ത ഇലക്ഷൻ വരും. പക്ഷേ ഈ ഇലക്ഷനിൽ BJP അവകാശപ്പെടുന്നത് എന്താ? ദേ വിൽ ബി ഡിക്കേയിൻ ദ ഡിസിഷൻ മേക്കിംഗ്. ഹു വിൽ, ആരായിരിക്കും എന്നുള്ളതിൽ ആര് തീരുമാനിക്കുമെന്ന് BJPക്കാർ തീരുമാനിക്കും. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുകയാണ്, ഈ രാഷ്ട്രീയം ഇപ്പോഴത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ്. നമുക്ക് ഈ ഒരു പൊളിറ്റിക്സിൻ്റെയൊക്കെ ഒരു ബ്യൂട്ടി, അല്ലെങ്കിൽ പൊളിറ്റിക്സിൻ്റെയൊക്കെ ഒരു മനോഹാരിത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രാഷ്ട്രീയം. ഞങ്ങൾ വരികയാണ് നിങ്ങളുടെ മുന്നിലേക്ക്. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ, കേരളത്തിൻ്റെ രാഷ്ട്രീയം എവിടെ പോയി നിൽക്കുന്നെന്ന്, കേരളം എന്താണെന്നൊന്നും അറിയാതെ, കേരളത്തിൻ്റെ രാഷ്ട്രീയം ഏത് രീതിയിലേക്ക്. ഇപ്പം നിരവധി 3 വഴികൾ തുറന്നിരിക്കുകയാണ്. അതുകൂടാതെ കാൻഡിഡേറ്റ് പ്ലേസിംഗ്. വി ആർ കമ്മിങ് ടു സേ ദാറ്റ് ദ കാൻഡിഡേറ്റ് പ്ലേസിംഗ്, ഹൗ, വെദർ ഇറ്റ് ഈസ് എ ഡീൽ ഓർ നോ ഡീൽ. ആരൊക്കെ തമ്മിലാണ് ഡീലുകൾ, ആരൊക്കെ തമ്മിലാണ് അന്തർധാരകളുണ്ട്. ആ അന്തർധാരങ്ങളെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് വിലയിരുത്താം, നോക്കാം, കണ്ടിരിക്കാം, പ്രതികരിക്കാം. പക്ഷേ ഞാൻ ഒന്ന് പറയുന്നു, കേരള പൊളിറ്റിക്സ് ഈസ് ഓൺ പീക്ക്. സോ നമ്മൾ സൂക്ഷിച്ച് വോട്ട് ചെയ്യുക. ആർക്കൊക്കെ വേണം നമ്മൾക്ക് വേണ്ടി. ഇന്നിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഇന്ന് രാവിലെ കൃത്യം UDFും LDFും അവരുടെ മാനിഫെസ്റ്റോകൾ പുറത്തുവിട്ടു. 2016 600 കാര്യങ്ങളടങ്ങുന്ന LDFിൻ്റെ മാനിഫെസ്റ്റോ, 2021 900 കാര്യങ്ങളടങ്ങുന്ന മാനിഫെസ്റ്റോ. ഞാനൊരു കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാനിഫെസ്റ്റോകൾ പുറത്തിറക്കിയിൽ ഒരു 90% അടുത്തോളം മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിച്ച ഒരു സർക്കാരാണ് LDF സർക്കാർ. UDFും ഒട്ടും മോശം തന്നെയല്ല. അവർ ഈ കഴിഞ്ഞ കാലയളവിൽ ഇത്രയും ദാരുണമായി അടിപ്പെട്ടിട്ട് പോലും അവരുടെ രാഷ്ട്രീയം കൊണ്ട് പിടിച്ചു നിന്നവരാണ്. BJP ആണെങ്കിൽ കൃത്യമായ രീതിയിൽ അവരുടെ ലക്ഷ്യം ഇപ്പോഴൊന്നും അല്ലായിരിക്കും, പക്ഷേ അതിനുവേണ്ടി പ്രയത്നിച്ച് ഓരോ മണ്ഡലങ്ങളിൽ അവർ അതിൻ്റേതായ ഓരോ തെരഞ്ഞെടുപ്പുകളിൽ ഓരോ വോട്ടുകൾ ഉയർത്തി അവർ ഒരു രണ്ടാം ശക്തിയായി വന്നുകൊണ്ട് അവർ ഒന്നാം ശക്തിയിലേക്ക് പടിപടി ഉയർച്ചകളാണ്. അപ്പോൾ നമുക്ക് ആരുടെ കൂടെ ഒപ്പം നിൽക്കാം, ആരുടെ രാഷ്ട്രീയമാണ് നല്ലത്, ആര് മുന്നോട്ട് നയിച്ചാൽ നമ്മൾക്ക് രക്ഷ, അല്ലെങ്കിൽ ആരാണ്. ഞാൻ ഒന്ന് പറയാൻ ആഗ്രഹിക്കണം, പീപ്പിൾ ഈസ് പവർ.
ഒരു ജനാധിപത്യ രാജ്യത്തിൽ ആരാണ് ഏറ്റവും കൂടുതൽ അധികാരമുള്ളത് എന്ന് ചോദിച്ചാൽ ഞാനൊന്ന് പറയട്ടെ, അല്ലെങ്കിൽ ഞാൻ കൃത്യമായി പറയാം, ജനങ്ങളാണ്. ജനങ്ങൾ എന്ന് പറയുന്നത് നമ്മളാണ്. നിങ്ങൾ എന്ത് തീരുമാനിക്കുന്നു അതായിരിക്കും നാളത്തെ കേരള പൊളിറ്റിക്സ്. നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ഇത് പ്രതിസന്ധിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് കേരള പൊളിറ്റിക്സ് ഓൺ പീക്ക്. അപ്പോൾ സീ സൂൺ ഓൺ നെക്സ്റ്റ് വീഡിയോ. ഞങ്ങൾ വരുന്നു ഈ ഇലക്ഷൻ കാലയളവ് മൊത്തം നിങ്ങളോടൊപ്പം, നിങ്ങളുടെ ശബ്ദമാകുവാൻ. അപ്പം നമുക്ക് തീരുമാനിക്കാം ഈ അടുത്ത ദിവസങ്ങളിൽ ആർക്കൊപ്പം നിൽക്കണമെന്ന്. വെദർ UDF, വെദർ LDF, വെദർ BJP, ആര് എപ്പോൾ എങ്ങനെ തീരുമാനിക്കാം. അപ്പം ബൈ ബൈ.